എടുത്തോ. അപ്പോൾ നമ്മളിന്ന് കണ്ട അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ. അതായത് ഇപ്പോൾ 11 മണിയായി, ഇനി 12 മണിയാകുമ്പം. അപ്പോൾ ഞാൻ നല്ല കേക്ക് മേടിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് വരാം. ഗൈസ്, വീടെത്തി. ഇപ്പോൾ കേക്ക് തരിപ്പുണ്ട്, പിന്നെ കുറച്ച് ബലൂൺ പെരിപ്പിക്കാൻ കിടപ്പുണ്ട്, പിന്നെ ക്യാൻഡിൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഏകദേശം സമയം 11:30 12 മണിയാകുമ്പോൾ നമുക്ക് കേക്ക് കുറിക്കണം. നമ്മൾ റൂമിൽ കിടന്ന് ഉറങ്ങിയാണ് ഗൈസ്. നമുക്ക് കേക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഞാൻ വിചാരിച്ചാൽ അഡ്വർട്ടൈസ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ചെയ്തത്. ഈ കളറ് ഒരു ബ്ലൂബെറിയുടെ കളറാണെങ്കിലും അകത്ത് റെഡ് വെൽവെറ്റാണ്. അപ്പോൾ നമുക്ക് മുറിക്കുമ്പോൾ കാണാം. ഗൈസ്, ഇത് തൽക്കാലം ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി ഡെക്കറേറ്റ് ചെയ്യാം. ഗൈസ്, ബലൂണെല്ലാം പെരുക്കി കഴിഞ്ഞു. മൊത്തം വീർത്ത കാര്യം. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായിപ്പോവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്വാസം മുട്ടാണ് ചെറുതായിട്ട്. ഞാൻ എത്രയും പെരുക്കി 10 ബലൂണും കണ്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച് കുറേ നേരം എടുക്കുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു. ഒരു 11:20 ആയപ്പോഴാണ് തുടങ്ങി. ഇപ്പോൾ 11:33 പെട്ടെന്ന് തീർന്നു. ഇനി ഗൈസ്, ഇതാണ് ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ അത് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗിഫ്റ്റ് പൊതിയാനായിട്ട് സമയം കിട്ടിയില്ല. കാര്യം ഒരു രാത്രി ഒരു 8 മണി 9 മണിക്ക് പോയിട്ടാണ് ഇത് മേടിച്ചു വന്നത്. ഒന്നും അമ്മ അറിയുന്നില്ല, സർപ്രൈസ് അല്ലേ. അപ്പോൾ ഞാൻ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അമ്മയുടെ റിയാക്ഷൻ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. കേക്ക് എന്തായാലും ഫ്രിഡ്ജിനകത്ത് സെറ്റാണ്. കേക്ക് ഞാൻ ഫ്രീസറിലാണ് വെച്ചാൽ കുഴപ്പമില്ല. ബലൂണ് ഞാൻ വിചാരിച്ച് കുറേ ഉണ്ടായിരിക്കും. പക്ഷേ 10 എണ്ണി വെക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇനി കേക്ക് എടുക്കുമ്പം ഇതെല്ലാം കത്തിച്ച് വയ്ക്കാം. ഇത് ഞാൻ ഗിഫ്റ്റ് പേപ്പർ പൊതിയാൻ മറന്നു. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ്. അതിൻ്റെ ട്രൈപോഡ്. ഉറങ്ങണം ഗൈസ്. ഇപ്പോൾ ഒരു 11:36. ഒരു 12 മണിയാകുമ്പോൾ അമ്മയെ വിളിക്കാം. അപ്പോൾ അമ്മയ്ക്ക് ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഞാൻ പതുക്കെ പറയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പറയായിരുന്നു. കേക്കും എല്ലാം സെറ്റാണ് ഗൈസ്. 12 മണി. അമ്മയെ വിളിക്കാം നമുക്ക്. ഓക്കെ. ഉറക്കത്തിൽ വന്നിരിക്കുകയാണ് 12 മണി. കത്തി ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. റെഡ് വെൽവെറ്റ് ആക്കാൻ അല്ലെ മെഴുകുരി വീഴും. ഊത്. അമ്മായി കേൾക്കുന്നു. റിഹാനയുടെ അമ്മ ഉണ്ടാക്കിയാണ്.
അടുത്ത സാധനം ഗിഫ്റ്റ് പേപ്പർ പുതിയ സമയം കിട്ടില്ല, നഴ്സറിയാക്കി എടുക്കാൻ പോകും. ഗിഫ്റ്റ് പേപ്പർ അല്ലാത്തതുകൊണ്ട് വലിയ സമയമൊന്നുമില്ല പാക്ക് ചെയ്യും. ഓരോ ഫോട്ടോ എടുത്ത് നോക്കി. അമ്മേനെ ഞാൻ ജമിനി വെച്ചുണ്ടാക്കിയെടുത്തില്ല. എന്ത് എന്ത് എന്താ ഇങ്ങോട്ട് നോക്കി. എന്ത് ചുമ്മാ മിണ്ടായിരിക്കാൻ. ഓരോ ഫോട്ടോ ഉണ്ട്. കരയണ എന്തിന്? 12 മണി ബർത്ത്ഡേ ആയി. ജനുവരി 11 അമ്മ, ജനുവരി 11 ബർത്ത്ഡേ. അമ്മ ചിത്രസുഖം കഴിക്കാൻ പറ്റും. പേപ്പറ ഇതായിട്ട് ഹാർട്ട് ഞാൻ ചോട്ടു. ഞാനൊരു ദിവസമായിട്ട് സോഫ്റ്റ് കേക്ക് മേടിച്ച ആൾക്കാരെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. രാത്രി ഇങ്ങോട്ട് കൊണ്ടുവന്ന ക്യാമറ ഓഫ് ആക്കിയപ്പോ ഇത്രയും കേക്ക് നമ്മളെ കഴിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു മമ്മി ആൻഡ് ബൈ ബൈ. ഗൈസ്, ഒരു കാര്യം പറയണ്ട, വേറെ ഒന്നുമില്ല. അമ്മ കരഞ്ഞില്ല, അത് വേറെ ഒന്നുമില്ല. ഞാൻ പിന്നെ ഇത്ര നല്ലൊരു സർപ്രൈസ് കൊടുത്തത്. പിന്നെ മെയിനായിട്ട് കണ്ട ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇതിനകത്ത് ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മ മരിച്ചിട്ട് എത്ര 22 വർഷം അടുപ്പിച്ചായി. അപ്പോൾ അത് ഞാൻ ജിമ്മിൽ വെച്ച് കയറിയിട്ട് ഇത് കണ്ടിട്ടാണ് മെയിനായിട്ട് ഇമോഷണലായത്. പിന്നെ ബർത്ത്ഡേ പാർട്ടി കിടിൽ വരുന്നു, സർപ്രൈസ് ചെറിയൊരു എൻ്റേതായ രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത്. കേക്കെല്ലാം തീർന്നതല്ല കേസ്, ഞാൻ അടുത്ത് ഫ്രിഡ്ജ് വെച്ചു. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, വീഡിയോ എൻഡ് ചെയ്താണ്. എന്നാലും എനിക്കിതുകൂടെ പറയണമെന്ന് തോന്നി. അപ്പം ഞാനാണെങ്കിൽ മൊത്തം വിയർത്ത് പൊളിച്ചിരിക്കുകയാണ് കേസ്. ഇപ്പം ബലൂൺ പറക്കാതിരിക്കാനും പിന്നെ മെഴുകുതിരി അണക്കാതിരിക്കാനായിട്ടും ഫാൻ അണച്ച് വെച്ചേക്കിരുന്നു. അപ്പം ഒന്നും പറയില്ല, ഞാൻ 12:30 പറഞ്ഞ കിടക്കാൻ പോകും. ഇനി ഇതെല്ലാം ഒതുക്കണം, മൊത്തം അലമ്പായി കിടക്കണം. അപ്പോൾ ഇതെല്ലാം ഒതുക്കണം, വൃത്തിയാക്കണം, എന്നിട്ട് പോയി കിടന്നുറങ്ങണം. നാളെ രാവിലെ ട്യൂഷൻ വേണം.